ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെയിൻസ് എക്സാമിനേഷന്റെ ഡേറ്റ് എന്നാണെന്ന് ചോദിക്കുന്നവരുണ്ട്. ആ കാര്യം നമുക്ക് പറയാം. പിന്നെ പ്രധാനപ്പെട്ട എക്സാംസ് 3 എണ്ണം, എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട എക്സാംസ് ആണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ്. അപ്പൊ നമുക്ക് നിലവിലുള്ള സിലബസ് വെച്ചിട്ട് അതൊന്ന് അനലൈസ് ചെയ്യാം. എങ്ങനെ പഠിച്ചു തുടങ്ങാം, ആരൊക്കെ പഠിച്ചു തുടങ്ങണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ആദ്യമായിട്ട് പറയാനുള്ളത്, എല്ലാവരും ചോദിക്കുന്നുണ്ട് ജൂൺ മാസത്തിൽ എക്സാം ഉണ്ടോന്ന് ആരോ എന്നോട് ചോദിച്ചു. ജൂൺ മാസത്തിൽ ഒരിക്കലും എക്സാം വരില്ല. കാരണം ജൂൺ 6-ാം തീയതിയാണ് ഫൈനൽ എക്സാം തീരാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം ടെന്റേറ്റീവ് എക്സാമിനേഷൻ ഷെഡ്യൂൾ PSC ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഓഗസ്റ്റ് ടു ഒക്ടോബർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഓഗസ്റ്റ് മാസം ചിലപ്പം സബ് ഇൻസ്പെക്ടറിന്റെ ഒക്കെ മെയിൻസ് എക്സാം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് മെയിൻസ് എക്സാം. ഈ സ്പെഷ്യൽ SBCID ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്. എന്തായാലും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഉറപ്പായിട്ടും മെയിൻസ് എക്സാം ഉണ്ടായിരിക്കും. ചിലപ്പം ഓഗസ്റ്റ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് സബ് ഇൻസ്പെക്ടറിന്റെ എക്സാം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും 9 പോസ്റ്റോളം ഉണ്ട് പ്രിലിംസിന്. ആ പ്രിലിംസിന്റെ എല്ലാം തന്നെ മെയിൻസ് എക്സാം ഓഗസ്റ്റ് ഒക്ടോബർ മാസമായിരിക്കും. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജൂൺ മാസം 6-ാം തീയതി കഴിയുന്ന ആൾക്കാർക്ക് മെയിൻസിലേക്ക് പോകാൻ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട് മെയിൻസിനും പ്രിലിംസിനും ഒരുപാട് കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റിയും കോമൺ ആണ്. ആ കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് മെയിൻസിനും കൂടെ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങ് പഠിക്കുക. അതാണ് ജൂൺ 6-ാം തീയതി എക്സാം ഉള്ളവരോട് പറയാനുള്ളത്. പിന്നെ ഓൾറെഡി എക്സാം കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് ആദ്യം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനെ പറ്റിയിട്ട് പറയാം. 2022 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ലാസ്റ്റ് സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആ സിലബസ് ഇതാണ്: ഹിസ്റ്ററി 5 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, കേരളത്തിന്റെ ഗവേണൻസ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ 5, പിന്നെ സയൻസ് സബ്ജക്ട് ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 9 മാർക്ക്, ആർട്സ്, സ്പോർട്സ്, കൾച്ചർ എല്ലാം കൂടെ ചേർത്ത് 5 മാർക്ക്, കമ്പ്യൂട്ടറിന് 3 മാർക്ക്. സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് ഇതുവരെ വന്നുകൊണ്ടിരുന്നത് ഇമ്പോർട്ടന്റ് ആക്ട്സും പോളിസീസും ആക്ട് ആൻഡ് കമ്മീഷൻസും ആണ്. 13 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കും 15 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സും കണക്കും മലയാളം ഇംഗ്ലീഷും കൂടെ ചേർത്തിട്ട് ഒരു 30 മാർക്ക്. ഇത്രയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പഴയ സിലബസ്. ഓക്കെ, അപ്പൊ ഹിസ്റ്ററി നോക്കുക. എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ എന്താണോ നമ്മൾ പ്രിലിംസിന് പഠിക്കുന്നത് അത് തന്നെയാണ് 5 മാർക്കിന്റെ ഹിസ്റ്ററി. ജോഗ്രഫിക്കും വലിയ വ്യത്യാസമൊന്നുമില്ല, അത് തന്നെ. എക്കണോമിക്സിനകത്ത് കുറച്ച് വ്യത്യാസം വരുന്നത് ഈ പറയുന്നത് കൊണ്ട് തന്നെ ന്യൂ എക്കണോമിക് റീഫോംസ് നമ്മൾ അവിടെ പ്രിലിംസിന് കൂടുതലായിട്ട് എടുത്തു പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇന്ത്യയുടെ എക്കണോമി 5 വർഷ പ്ലാൻ, 5 ഇയർ പഞ്ചവത്സര പദ്ധതി നമ്മൾ അവിടെ പഠിച്ചു. 1991 ന്യൂ എക്കണോമിക് റീഫോംസ് നമ്മൾ അവിടെ പഠിക്കുന്നതാണ്. പ്ലാനിംഗ് കമ്മീഷൻ നമ്മൾ അവിടെ പഠിച്ചു. നീതി ആയോഗ് നമ്മൾ പഠിക്കുന്നുണ്ട്. ബാങ്കിങ്ങിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട് അല്ലെ, അതും പ്രിലിംസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. RBI ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആണ് പഠിക്കുന്നത്. നബാർഡ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കും. അഗ്രികൾച്ചർ, മേജർ ക്രോപ്സും ഗ്രീൻ റവല്യൂഷനും നമ്മൾ പ്രിലിംസിൽ പഠിച്ചതാണ്. മിനറൽസ് എടുത്ത് പഠിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അതുപോലെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നുകൂടെ എടുത്ത് അവർ പറയാ. GST നമ്മൾ പ്രിലിംസിന് പഠിച്ചുകൊണ്ടാ പോകുന്നത്, ഇവിടെ അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലെ, GST. അപ്പൊ ഇവിടെ ടോപ്പിക്സ് എക്കണോമിക്സിന്റെ കുറയുവാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി അവിടെ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ എന്താണ് സ്ട്രെസ് ചെയ്ത് അവർ പറഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, +1 ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കിയിട്ട് നേരത്തെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ നമുക്ക് ഈ ഒരു എക്കണോമിക്സും അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് വാസ്റ്റ് ആണ്. അതായത് പ്രിലിംസിന് ചെറുതാണ്, മെയിൻസ് വരുന്ന സമയത്ത് കുറച്ച് വാസ്റ്റ് ആണ്. അവിടെ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ ഞാൻ പുതിയ ആൾക്കാരെ ഉദ്ദേശിച്ചാണ്. പഴയ ആൾക്കാർക്ക് ഓൾറെഡി അറിയാം ഈ കാര്യങ്ങളൊക്കെ. ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഫേസിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ ചോദിച്ചിട്ടേ ഇല്ല, പക്ഷെ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഫേസിൽ ചോദിക്കത്തില്ല എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അതിനുശേഷം കേരള ഗവേണൻസും സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അവിടെയും നമുക്ക് വ്യത്യാസമുണ്ട്. ഈ ഗവേണൻസ് ഒന്നും അല്ലാതെ ബാക്കി ഒരുപാട് കാര്യങ്ങൾ, ഈ വാട്ടർഷെഡ് മാനേജ്മെന്റ് ഒക്കെ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിക്കോട്ടെ, പ്ലാനിംഗ് ബോർഡ്, അതിന്റെ കേരളത്തിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്ത് പഠിക്കണം. ദെൻ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇതൊക്കെ നിങ്ങൾ എങ്ങനെ പഠിക്കണം? പുതിയ SCERT, ഉറപ്പായിട്ടും ന്യൂ SCERT നോക്കി മാത്രം പഠിക്കുക. പഴയ SCERT നോക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ രണ്ടും കൂടെ നിങ്ങൾ നോക്കണ്ട. പുതിയ SCERTക്കകത്ത് NCERTയുടെ കണ്ടന്റ് അതുപോലെ കൊടുത്തിട്ടുണ്ട്. സോ പുതിയ SCERT ഫോക്കസ് ചെയ്യുക. നമുക്ക് ഇങ്ങനെ തന്നെയുണ്ട്. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്,
ഫോഴ്സ് എന്ന് പറയുന്ന പാഠമുണ്ട്, സൗണ്ട് എന്ന് പറയുന്ന പാഠമുണ്ട്, ഹീറ്റ് എന്ന് പറയുന്ന വർക്ക്, ആറ്റം 9ാം ക്ലാസ്സിൽ ആറ്റം ഉണ്ട്, ഗ്യാസ് ലോസ് 10ാം ക്ലാസ്സിലുണ്ട്, അക്വാറീജിയ 9ാം ക്ലാസ്സിലുണ്ട്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ 7ലും 8ലും ഉണ്ട്, പീരിയോഡിക് ടേബിൾ 9ാം ക്ലാസ്സിലുണ്ട്, മെറ്റൽസ് നോൺ മെറ്റൽസ്, ഇതെല്ലാം അതുപോലെ തന്നെ പേര് പോലെ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി, അത് മാത്രം പഠിക്കുക. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ ക്ലാസ് അവൈലബിൾ ആണ്, അത് നോക്കിയിട്ട് ഇപ്പോഴേ ആ ഒരു പോർഷൻ ഉറപ്പിച്ചു വെക്കുക. പിന്നെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഒന്നും കൂടെ ഒന്ന് പൊടി തട്ടി എടുത്താൽ മതി. കറണ്ട് അഫയേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അവാർഡ്സ്, ഫേമസ് ട്രോഫീസ് ഒക്കെ വരുന്ന സമയത്ത്, ഒളിമ്പിക്സ് ഒക്കെ വരുമ്പോൾ കറണ്ട് അഫയേഴ്സും കൂടെ ചേർത്തിട്ട് അതങ്ങ് പഠിക്കുക. ലിറ്ററേച്ചർ ആണെങ്കിലും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ വരുന്ന സമയത്തും നമ്മൾ എന്താണോ പ്രിലിംസിന് പഠിച്ചത് അത് തന്നെയാണ്, അല്ലെ? ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ 13 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് വരുന്ന സമയത്ത് 22ലെ കാര്യമാണ്, ഇതിപ്പോ 26ആയി. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പലതിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് മാറ്റം വന്നേക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ മാറ്റം വന്നേക്കാം. അതിപ്പോ മാറ്റം വരുന്നത് നോക്കി ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ പരീക്ഷാ കലണ്ടർ വരണം, അല്ലെങ്കിൽ അവർ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്യണം. അല്ലാതെ നമുക്ക് മാറ്റം അറിയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നിലവിലുള്ള സിലബസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാനേ പറ്റൂ, അല്ലെ? ഇമ്പോർട്ടന്റ് ആക്ട്സും എഡ്യൂക്കേഷൻ പോളിസി, എഡ്യൂക്കേഷൻ കമ്മീഷനും ആൻഡ് ആക്ട്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, അതുപോലെ നാഷണൽ പോളിസീസ് ഓൺ എഡ്യൂക്കേഷൻ, അങ്ങനെ 13 മാർക്ക് പഠിക്കുക. പിന്നെ മാത്സും മലയാളവും ഇംഗ്ലീഷും ഒക്കെ എന്താണോ പ്രിലിംസിനുള്ളത് അത് തന്നെ. അപ്പൊ നമുക്ക് പ്രിലിംസ് ഒരുവിധം കവർ ചെയ്തവർക്ക് സ്പെഷ്യൽ ടോപ്പിക്സും കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പൊ അത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട്, ഒരു ആഭ്യന്തര പ്രശ്നമായിട്ടൊക്കെ കണ്ട് വലുതായിട്ട് ചിന്തിക്കുന്നവർക്കാണ് ടെൻഷൻ അടിക്കേണ്ടത്. അപ്പൊ നിലവിലുള്ള സിലബസ് വെച്ചിട്ട് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കാനാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിലിംസിന്റെ കട്ട് ഓഫ് ഏകദേശം 50.59 ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒരുവിധം നല്ല കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഫസ്റ്റ് ഫേസ് ഒരു ഇച്ചിരി പാടായതുകൊണ്ട് തന്നെ ഒരു 45+ ഉള്ളവരൊക്കെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്വപ്നം കാണുന്നതിനകത്ത് തെറ്റില്ല. നമുക്ക് അടുത്ത സ്റ്റേജുകളിലൂടെ കണ്ടിട്ട് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നെക്സ്റ്റ് വരാൻ പോകുന്നത് നമ്മുടെ കമ്പനി ബോർഡാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അപേക്ഷിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഉള്ളതുമാണ് ഈ കമ്പനി ബോർഡ് എന്ന് പറയുന്നത്. അപ്പൊ കമ്പനി ബോർഡിന്റെ 2022 സിലബസ് അനുസരിച്ചിട്ട് ഹിസ്റ്ററി 5, ജോഗ്രഫി 5, എക്കണോമിക്സ് 5, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണോ നമ്മുടെ അവിടുത്തെ സിലബസ് അത് തന്നെയാണ്. പക്ഷെ ഇവിടെ കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ അതിന് 10 മാർക്കാണ്. സ്കോർ വളരെ കൂടുതലാണ്. അതുപോലെ ബയോളജിക്ക് അവിടെ 3 ആണെങ്കിൽ ഇവിടെ 6 മാർക്ക്, ഫിസിക്സിനും കെമിസ്ട്രിക്കും സെയിം മാർക്ക്, ആർട്ട് ബാക്കി വലിയ വ്യത്യാസമൊന്നുമില്ല അതുപോലെ തന്നെ. പക്ഷെ ഇവിടെ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് 10 മാർക്കിന്റെ കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ 5, 10 ഇവിടെയും പ്രിലിംസ് ഒരുവിധം നന്നായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വലുതായിട്ട് നോക്കാനൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ രണ്ടിനും ഒരുമിച്ച് നിങ്ങൾക്ക് പഠിച്ചു പോവുകയും ചെയ്യാം, വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം സിലബസ് ആണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആക്ട്സ് ആണ് ഇവിടെ കൂടുതലായിട്ട് കയറി വരുന്നത്. അത് വിവരാവകാശ നിയമം, അതുപോലെ തന്നെ ഈ പ്രൊട്ടക്ഷൻ ഓഫ് വൾനറബിൾ സെക്ഷൻസ്, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വുമന്, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് ചിൽഡ്രൻ, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആൻഡ് മാൽ അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ തുടങ്ങുന്ന കുറച്ചേറെ പോർഷൻസ് 5 മാർക്കിന് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇതും പറഞ്ഞു 2022 സിലബസ് ആണ്. ഇൻ കേസ് സിലബസ് മാറിയാൽ ഇപ്പൊ PSCക്ക് തോന്നുക കുറച്ചുകൂടെ ആൾക്കാർ കൂടുതലാണ്, കുറച്ചുകൂടെ ആൾക്കാരുടെ കഴിവുകൾ കൂടി, പഠിച്ച രീതികൾ മാറി, അപ്പം വേറൊരു സിലബസ് ഇട്ടാലോ, കുറച്ചുകൂടെ മാർക്സ് ആഡ് ചെയ്താലോ എന്ന് തോന്നിയാൽ ചിലപ്പോൾ മാറിയേക്കാം. എങ്കിലും ഞാൻ പറയുന്നത് പോലെ തന്നെ പ്രിലിംസിനുള്ള അതേ ടോപ്പിക്സ് തന്നെ നിങ്ങൾ ഉറപ്പിച്ച് പഠിക്കുക. വരാൻ പോകുന്ന എല്ലാ എക്സാംസിന്റെയും റിലേറ്റഡ് ഫാക്ട്സും ക്വസ്റ്റ്യൻ പാറ്റേണും മനസ്സിലാക്കുക. ഇനി അടുത്തത് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ്. ഇതിന്റെ ഒരു പ്രത്യേകത 2020 സിലബസ് ആണ്. ഒരു 6 വർഷം മുമ്പുള്ള സിലബസ് ആണ് ഈ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ആധികാരികമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. വലിയൊരു മാറ്റം പ്രതീക്ഷിക്കുന്ന ഒരു മേഖല കൂടെയാണ് ഈ സിലബസ്. അപ്പം ഇതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക് ഒരു 20 മാർക്കിനായിരുന്നു. ആ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. ഇവിടെ 5 മാർക്ക് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ലെവൽ കൂടി 8 മാർക്കിന് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിപ്പോ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ഒരുപോലെ അല്ലേ. 5 മാർക്കേ ഉള്ളൂ കേരള ഗവേണൻസ്. അപ്പൊ ഈ പഠിക്കുന്നവരെല്ലാം തന്നെ 9 കവർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് ഒരുപാടുണ്ട്, സുഖമായിട്ട് പഠിച്ചെടുക്കാം. സ്പെഷ്യൽ ടോപ്പിക്സ് വരുമ്പോഴാണ് നമുക്കൊരു മാറ്റം വരുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചോ. അപ്പം ഇവിടെ 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ്. 1 5 മാർക്കിന് മാർക്കറ്റിംഗ് ആണ് പഠിക്കേണ്ടത്. 2 യൂണിറ്റ് 2 പബ്ലിക് റിലേഷനും കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷനും ആണ് പഠിക്കാനുള്ളത്. യൂണിറ്റ് 3 5 മാർക്കിന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്, HR ആണ് പഠിക്കാനുള്ളത്. യൂണിറ്റ് 4
5 മാർക്കിന് ഫിനാൻഷ്യൽ സിസ്റ്റം ആണ്, ലീഗൽ ഫ്രെയിംവർക്ക് ആണ്. ഇങ്ങനെ 4 യൂണിറ്റിലായിട്ട് 5 മാർക്ക് വെച്ച് 20 മാർക്കിനായിരുന്നു 2020 സിലബസ്. അപ്പൊ നമുക്ക് നിലവിൽ ഇപ്പം പുതുതായിട്ട് എടുക്കണമെങ്കിൽ PSC പറഞ്ഞുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈ പഴയ സിലബസ് വെച്ച് പഠിച്ചു തുടങ്ങാനേ പറ്റും. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഈ മാസം വരികയാണെങ്കിൽ ഞാൻ ഈ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്സ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് പറയാം എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഈ പറയുന്ന രീതിയിലുള്ള സിലബസ് അനുസരിച്ച് നോക്കുമ്പം നമ്മുടെ പ്രിലിംസിന് ഉള്ള മെജോറിറ്റി 75% ഓഫ് സിലബസും നമ്മൾ കംപ്ലീറ്റഡ് ആണ്. അത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെയിൻസ് പ്രിപ്പയർ ചെയ്യാം. ഇനി ഞാൻ പ്രിപ്പയർ ചെയ്യണോ, 35 ഉള്ളൂ, 40 ഉള്ളൂ, പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഒരു കുറ്റമില്ല. ഒരു 35, 37, 40 റേഞ്ചിൽ നിൽക്കുന്നവര് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്താലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്താലും ഈ പറഞ്ഞത് കൂട്ട് കോമൺ ടോപ്പിക്സ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരോടും ചോദിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഒന്നും ഇരിക്കേണ്ട, നിങ്ങൾ പഠിക്കുക. നമുക്ക് എന്തായാലും അതൊരു ഉപകാരമാവും. കോമൺ ടോപ്പിക്സ് പഠിച്ചു തുടങ്ങുക. സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് നമ്മളിപ്പോൾ ഉടനെ എടുത്ത് ചാടണ്ട. സെക്കൻഡ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞിട്ട് മെയ് മാസം വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് സമയവും കളയണ്ട. ഈ പറഞ്ഞ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എല്ലാവർക്കും ഉണ്ട്. IT അതുപോലെ കാര്യങ്ങളെല്ലാം, കറണ്ട് അഫയേഴ്സും ഒക്കെ തകൃതിയായിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ, കോൺഫിഡന്റ് ആയിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ. അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിന്റെ പാറ്റേൺ വരാൻ പോകുന്നത്, എത്രത്തോളം കട്ട് ഓഫ് കയറും എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.